നമ്മളിന്ന് MS&SMൻ്റെ മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മൊഡ്യൂൾ 2-ലെ ഡയറക്റ്റ് സ്ട്രെസ്സസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 2-ലെ ഡയറക്റ്റ് സ്ട്രെസ് എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. അപ്പോൾ അതിൽ സ്ട്രെസ്സ് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി സ്ട്രെങ്ത് എന്താണെന്ന് പറഞ്ഞിരുന്നു. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എക്സ്റ്റേണൽ ലോഡ് ഒരു മെഷീൻ കമ്പോണൻറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കലാണ് സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിച്ചത്. അതായത് ആ മെറ്റീരിയൽ എന്ത് ചെയ്യില്ല, അത് ഫെയിൽ ആവാതെ അത്രയും ലോഡ് താങ്ങാൻ കഴിയുന്നെങ്കിൽ, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത് നമുക്ക് സ്ട്രെങ്തനായിട്ടുള്ള മെറ്റീരിയലാണെന്ന് പറയാം. ഓക്കെ, capability to withstand the external load without failure, that is strength. സിംപ്ലി നമുക്ക് അങ്ങനെ അതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു, എക്സ്റ്റേണൽ ലോഡുകൾ എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ എക്സ്റ്റേണൽ ലോഡ്, അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ സംസാരിക്കാനുള്ളത് എന്താണ് ലോഡ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ലോഡ് എന്ന് പറഞ്ഞാൽ എനി എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ കമ്പോണൻറ്റ് ആർ കോൾഡ് ലോഡ്സ്. ഒരു കമ്പോണൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, ആ ഫോഴ്സസ് ഇൻറ്റേർണൽ ഫോഴ്സസ് അല്ല, ആ കമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് അല്ല. ഈ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സാണ്, പുറത്ത് നിന്ന് ആ കമ്പോണൻറ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ആക്ച്വലി ലോഡ്. ഒരു വാഹനത്തിലേക്ക് കുറച്ച് ഗുഡ്സ് കയറ്റി, കുറച്ച് ചരക്ക് കയറ്റി, ആ ചരക്കിൻ്റെ വെയിറ്റ് എന്നുള്ളത് എന്താണ്, എക്സ്റ്റേണൽ ലോഡാണ്. അപ്പോൾ നമ്മളൊരു ബെഞ്ചുമേ ഒന്ന് കൈകൊണ്ട് ഇടിച്ചു. സോ ആ ഇടിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു ലോഡാണ്, ആ ബെഞ്ചിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡെസ്കിലേക്ക് കൊടുക്കുന്ന ലോഡാണ്. അത് എക്സ്റ്റേണൽ ലോഡാണ്, പുറത്ത് നിന്ന് സപ്ലൈ ചെയ്യുന്ന, പുറത്ത് നിന്ന് ആ കമ്പോണൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണത്. അത് നമുക്ക് എന്ത് വിളിക്കാം, എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ കമ്പോണൻറ്റ്. അത് നമുക്ക് എന്ത് വിളിക്കാം, ലോഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ലോഡ് തന്നെ പലതരത്തിലുണ്ട്. നമുക്ക് ലോഡിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ആദ്യമായി അക്കോർഡിംഗ് ടു ദ മാനർ ഇൻ വിച്ച് ദേ ആർ അപ്ലൈഡ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സസ്, ദാറ്റ് ഈസ് ലോഡ്. ഈ ലോഡ് ഏത് രീതിയിൽ നമ്മളൊരു കമ്പോണൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്കെന്ത് തിരിക്കാം, എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ലോഡാണ് പോയിൻ്റ് ഓർ കോൺസെൻട്രേറ്റഡ് ലോഡ്. പോയിൻ്റ് ഓർ കോൺസെൻട്രേറ്റഡ് ലോഡിൻ്റെ ഒരു ഫിഗർ, ഒരു ചിത്രമാണ്, ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടാണ്. ഈ രണ്ട് സപ്പോർട്ടിൻ്റെ മുകളിൽ ഒരു കമ്പോണൻറ്റ് വെച്ചിട്ടുണ്ട്, ഒരു മെമ്പർ വെച്ചിട്ടുണ്ട്. ഈ മെമ്പറിൻ്റെ ഈ സെൻറ്ററിൽ ഒരു പോയിന്റിൽ, സെൻട്രൽ പോയിൻ്റ് എന്നുള്ള മീനിങ് അല്ല, ഏതെങ്കിലും ഒരു പോയിന്റിൽ, പർട്ടിക്കുലർ പോയിന്റിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പോയിൻ്റ് ലോഡെന്നോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡെന്നോ വിളിക്കാം. നോക്കി, പോയിൻ്റ് ഓർ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട്സ് ഓവർ എ വെരി സ്മോൾ ഏരിയ വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് എ പോയിൻ്റ്. വളരെ, ഇപ്പോൾ ഒരു മെമ്പറാന്ന് പറഞ്ഞു, കമ്പോണൻ്റാന്ന് പറഞ്ഞു. ഈ കമ്പോണൻറ്റിലെ ഏറ്റവും ചെറിയ ഏരിയ നമുക്കതൊരു പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡായതുകൊണ്ട് നമുക്കതിനെ പോയിൻ്റ് ലോഡെന്നോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡെന്നോ വിളിക്കാം. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ലോഡാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഇത് പോയിൻ്റ് ലോഡാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പിക്ചറാണ്. നേരത്തെ സംസാരിച്ച പോലെ ഇതൊരു സപ്പോർട്ടാണ്, ഇത് മറ്റൊരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിന് മുകളിൽ നമ്മളൊരു കമ്പോണൻറ്റ് വെച്ചിട്ടുണ്ട്, ഒരു മെമ്പർ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇവിടെ ജസ്റ്റ് ഒരു പോയിന്റിലാണെങ്കിൽ, പോയിന്റ് മീൻസ് ഒരു സ്മോൾ ഏരിയയിലാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കുറച്ചധികം ഏരിയയിൽ അല്ലെങ്കിൽ കുറച്ചധികം നീളത്തിൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയാം. ഡെഫിനിഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലോഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എൻ ഏരിയ. ഒരു പോയിന്റിലല്ല അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയിലല്ല, കുറച്ച് ചെറിയ ഏരിയയിലല്ലാത്ത കുറച്ചുകൂടി വലിയ ഏരിയയിൽ, ഓക്കെ, കുറച്ചധികം സ്ഥലത്ത് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം, ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡെന്ന് വിളിക്കാം. ഓക്കെ, ഓവർ എൻ ഏരിയ ഓർ എലോങ് എ ലെങ്ത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു മെമ്പറിൻ്റെ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയാം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, അതേപോലെ വേരിയിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചിട്ടുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അതായത് ഒരേപോലെ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ, ഇതൊരു ബെഞ്ചാണെന്ന് വിചാരിക്കുക. ഈ ബെഞ്ചുമേ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ കുട്ടികളൊക്കെ വെയിറ്റ് 50 കിലോഗ്രാമാണെന്ന് വിചാരിക്കുക. മാസ് 50 കിലോഗ്രാമാണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ 50 കിലോഗ്രാമിൻ്റെ കൂടെ 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വെയിറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് 50 ന്യൂട്ടൺ വെയിറ്റാണെന്ന് വിചാരിക്കാം, പിന്നെ ഇഷ്യൂസ് ഇല്ലല്ലോ. അപ്പോൾ ഈ കുട്ടിക്കും 50 ന്യൂട്ടൺ വെയിറ്റാണ്, ഈ കുട്ടിക്കും 50 ന്യൂട്ടനാണ്, ഇത് 50 ന്യൂട്ടൺ, അത് 50 ന്യൂട്ടനാണ്. അപ്പോൾ ഈ ബെഞ്ചിൻ്റെ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ അല്ലേ ഒരു ലെങ്ത്ത്
ഒരു ലെങ്ത്തിൽ ഇനിയിപ്പോൾ എൻഡ് മുതൽ എൻഡ് വരെ ആവണമെന്നില്ല, ഇപ്പോൾ ഇതുവരെ ആയാലും മതി, ഇത്രയും പോർഷൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ദിസ് ലെങ്ത്. ഓക്കെ, എൻ്റെ ലെങ്ത് എന്നുള്ള മീനിങ് ഇല്ല. എന്തായാലും ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് ഒരു സ്മോൾ ഏരിയയിലോ അല്ലെങ്കിൽ ഒരു പോയിന്റിലോ ആയിരിക്കരുത്, കുറച്ച് സ്ഥലത്ത് ആക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കുട്ടികളൊക്കെ വെയിറ്റ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയാം. ഇനി വേരിയിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, അതെന്താ പ്രത്യേകത? ഇവിടെ കുറഞ്ഞ ലോഡാണെങ്കിൽ ഇങ്ങോട്ട് വരുന്തോറും ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരും. ഓക്കെ, അതായത് ഇതും ഒരു സ്മോൾ ഏരിയയിലല്ല, പക്ഷേ എല്ലാ ഏരിയയിലും ഈക്വൽ ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ലോഡ് അല്ലാത്തത് കൊണ്ട് നമുക്കതിനെ വേരിയിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് വിളിക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പറഞ്ഞാൽ ഒരു ലെങ്ത്തിൽ ഒരേ അളവിൽ, ഒരേ ഇൻറ്റൻസിറ്റിയിൽ, ഒരേ മാഗ്നിറ്റ്യൂഡിൽ ഫോഴ്സ് ആക്ട് ചെയ്യാണ്. അതിൻ്റെ ഒരു പിക്ചറാണ് യു ഡി എല്ലിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തുള്ളത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ഒരു കമ്പി വേലി ചുരുട്ടി വെച്ച പോലെ അല്ലെങ്കിൽ ഒരു കോയിൽ പോലെ ചുരുട്ടി വെച്ച, സ്പ്രിങ് പോലെ ചുരുട്ടി വെച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പലാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലോഡിനെ മറ്റൊരു തരത്തിൽ നിന്ന് ക്ലാസിഫൈ ചെയ്യാം അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ആക്ഷൻ. ഓക്കെ, ആക്ഷൻ അനുസരിച്ച് നമുക്ക് ഈ ലോഡിനെ ഒന്ന് തരംതിരിക്കാം. ഒന്നാമത്തെ ലോഡാണ് സ്റ്റാറ്റിക് ലോഡ്. സ്റ്റാറ്റിക് ലോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു ഒരു ഭാഗത്ത് വെക്കുകയെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു ബെഞ്ചിൽ ഒരു 10 കിലോഗ്രാമിൻ്റെ വെയിറ്റുള്ള ഒരു വസ്തു കൊടുന്ന് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ 10 കിലോഗ്രാം ആദ്യം അത് വെക്കുന്ന സമയത്ത് 0 ന്യൂട്ടൺ ആയിരുന്നു. അതങ്ങനെ കൂടി എന്തായി മാറും? അതിൻ്റെ മാക്സിമം വെയിറ്റ് ആയിട്ടുള്ള ഇപ്പോൾ 10 ന്യൂട്ടൺ ആണെങ്കിൽ 10 ന്യൂട്ടൺ ആവും. അപ്പോൾ 10 ന്യൂട്ടൺ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോഡിന് മാറ്റമൊന്നുമില്ല, സ്റ്റാറ്റിക്കാണ്, പിന്നെ അനക്കൊന്നുമില്ല. ഓക്കെ, നമ്മളൊരു വസ്തു ഒരു ബെഞ്ചുമേട് വെച്ചു. ഓക്കെ, ഒരു ബെഞ്ചിൽ നമ്മൾ പ്ലേസ് ചെയ്തു. 10 ന്യൂട്ടണാണ് അതിൻ്റെ വെയിറ്റ്. ആ 10 ന്യൂട്ടൺ ആവുന്ന വരെ 0 മുതൽ 1, 2, 3, 4, 5, 6 എന്ത് ചെയ്യും? 10 വരെ ആവും. 10 ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ലോഡ് വർദ്ധിക്കില്ല. അത് പിന്നെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്തായിരിക്കും? അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സ്റ്റാറ്റിക്, അനക്കമില്ലാത്ത ലോഡ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ലോഡിൻ്റെ ഡെഫിനിഷൻ എന്താ? സ്റ്റാറ്റിക് ലോഡ് ഈസ് ഗ്രാജുവലി ഇൻക്രീസസ് ഫ്രം 0 to a certain value. certain value മീൻസ് ആ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് വരെ. ഓക്കെ, ആൻഡ് ദെൻ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് എൻറ്റയർ ടൈം ഓഫ് ദെയർ അപ്ലിക്കേഷൻസ്. പിന്നെ നമ്മൾ എത്ര സമയമാണോ ആ ഒരു വസ്തു അവിടെ ഇരിക്കുന്നത് അത്രയും സമയം പിന്നെ വെയിറ്റിൽ എന്തില്ല, മാറ്റില്ല. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ആയിരിക്കും. അത്തരം ലോഡിനെ നമുക്ക് സ്റ്റാറ്റിക് ലോഡെന്ന് വിശേഷിപ്പിക്കാം. രണ്ടാമത്തെ ലോഡാണ് ഡൈനാമിക് ലോഡ്. ഡൈനാമിക് ലോഡിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നിങ്ങളൊരു ഹാമർ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ കൺസ്ട്രക്ഷനിൽ പൈലുകൾ ഇടുന്നുണ്ടാവും, ഈ പൈലിൽ ഒരു ഹാമർ എടുത്തിട്ടൊന്ന് ചുറ്റിയെടുത്തൊന്ന് അടിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ പൈലാവണമെന്നില്ല, ഏതെങ്കിലും ഒരു സർഫസിൽ നിങ്ങളൊരു ഹാമർ എടുത്തൊന്ന് അടിച്ചു അല്ലേ? ആ ഹാമർ കൊണ്ട് അടിക്കുക മീൻസ് അതൊരു എക്സ്റ്റേണൽ ഫോഴ്സാണ്, അതൊരു ലോഡാണ്. എക്സ്റ്റേണൽ ഫോഴ്സസിനെ മൊത്തം നമുക്ക് എന്ത് വിളിക്കാം? ലോഡെന്ന് വിളിക്കാം. സോ ആ ലോഡിൻ്റെ പ്രത്യേകത അത് ഒരുപാട് സമയമില്ല, വളരെ കുറഞ്ഞ സമയത്തിലാണ് ആ ഫോഴ്സ് പോയിട്ട് ആക്ട് ചെയ്യുന്നത്, സഡൻ ആക്ഷനാണ് അല്ലേ? അപ്പോൾ അത്തരം ലോഡിനെ നമുക്ക് ഡൈനാമിക് ലോഡ് എന്ന് പറയാം. ഡൈനാമിക് ലോഡ് റെഫേഴ്സ് ടു ദ ഇമ്പാക്ട് ഓർ ഫോളിംഗ് ലോഡ്. വീഴുന്ന പോലെ. ഇപ്പോൾ നമ്മൾ അടിതെറ്റി വീഴുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് പോയിട്ട് ഭൂമിയുടെ സർഫസിൽ പോയിട്ട് ഇടിക്കും. അത് കുറഞ്ഞ സമയം കൊണ്ട് അതൊക്കെ സംഭവിക്കുന്നത് അല്ലേ? ആ ഒരു ലോഡിൻ്റെ ആക്ഷൻ വരുന്നത്. സോ ഫാളിംഗ് ലോഡ് ഇൻ വിച്ച് ടൈം ഡ്യൂറേഷൻ ഈസ് എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് സംഭവിക്കുകയാണ്? ആ ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യാണ്, ആക്ഷൻ സംഭവിക്കുകയാണ്. അത്തരം ലോഡിനെ നമുക്ക് ഡൈനാമിക് ലോഡ് എന്ന് പറയാം. ഇനി അതുപോലെ ഫ്ലക്ച്വേഷൻ ഓർ സൈക്ലിക് ലോഡ്. ഫ്ലക്ച്വേഷൻ ആൻഡ് സൈക്ലിക് ലോഡ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് മനസ്സിലാക്കാം. ഈ ഒരു ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറി വരികയാണ്. ദ ലോഡ് ഇൻ വിച്ച് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ വേരീസ് കണ്ടിന്യൂസ്ലി. നിരന്തരം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിൻ്റെ ദിശയും അതിൻ്റെ അളവും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം ലോഡിനെ നമുക്ക് എന്ത് വിളിക്കാം? സൈക്ലിക് ലോഡെന്നോ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റഡ് ലോഡെന്നോ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ലോഡ് ഓൺ കണക്റ്റിംഗ് റോഡ് ഓഫ് എൻ എൻജിൻ. ഒരു എൻജിൻ്റെ ഉള്ളിൽ കണക്റ്റിംഗ് റോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡ്. അതിൻ്റെ പ്രത്യേകത എന്താ? ഓരോ സമയത്തും ആ എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ,
കണക്റ്റിംഗ് റോഡ് ആണെങ്കിൽ അത് ഒരു മൂവിങ് ഒബ്ജക്റ്റാണ്. സ്വാഭാവികമായിട്ടും അതിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നുണ്ട്. IC എഞ്ചിൻ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവും. ദെൻ അടുത്ത നമുക്ക് സംസാരിക്കാനുള്ള അക്കോർഡിംഗ് ടു ദ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ്. നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ കമ്പോണൻറ്റിൽ ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്താണ്, ആ എഫക്റ്റിനനുസരിച്ച് നമുക്ക് ലോഡിനെ എങ്ങനെ തരംതിരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ടെൻസൈൽ ലോഡാണ്. ടെൻസൈൽ ലോഡ് ഈ ഫിഗറാണ്. ഇപ്പോൾ ഇതൊരു ബീമാണ്. ഈ ബീമിൽ ഒരു ഹാങ്ങർ തൂക്കിയിട്ടിട്ടുണ്ട്. ആ ഹാങ്ങറിൽ ഒരു ലോഡ് നമ്മൾ എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ടെൻസൈൽ ലോഡ് എന്ന് പറയാൻ കാര്യം കുറേ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഹാങ്ങർ എന്തിനാണ് ടെൻഡൻസി കാണിക്കുക, ലെങ്തൻ ചെയ്യാനാണ് അല്ലേ, അതിൻ്റെ നീളം വർദ്ധിക്കാൻ കാരണമാവും ആ ലോഡ്. ടെൻസൈലിങ്ങിന് കാരണമാവും. ഇപ്പോൾ ഒരു ലോഡ് ഒരു കമ്പോണൻറ്റിൻ്റെ ലെങ്ത്ത് വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ആ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വസ്തുവിൻ്റെ ലെങ്ത്ത് വർദ്ധിക്കുകയാണെങ്കിൽ അത് നമുക്ക് ടെൻസൈൽ ലോഡ് എന്ന് പറയാം. എന്നാൽ കംപ്രസീവ് ലോഡ്, രണ്ടാമത്തെ ലോഡുണ്ട് കംപ്രസീവ് ലോഡ്. കംപ്രസീവ് ലോഡ് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ലോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഒരു കമ്പോണൻറ്റിലേക്ക്, ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ഫോഴ്സ്, ഒരു ലോഡ് അപ്ലൈ ചെയ്യാണ്. ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത്ത് കുറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ലോഡ് നോക്കിയാൽ മനസ്സിലാവും, താഴെ ഇവിടെ സർഫസാണ്, ഇതിലിങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ആ ഒബ്ജക്റ്റിന് മുകളിൽ നമ്മൾ ലോഡ് പ്ലേസ് ചെയ്തു. ഈ ലോഡ് എപ്പോഴും എന്തിനാ ശ്രമിക്കുക, ഈ ഒബ്ജക്റ്റിനെ ചെറുതാക്കാനാണ് അല്ലേ, ഷോർട്ടൻ ചെയ്യാനാണ്, അതിൻ്റെ ലെങ്ത്ത് ഷോർട്ടൻ ചെയ്യാനാണ് ആ ലോഡ് കാരണമാവുക. അത്തരം ലോഡിന് നമുക്ക് കംപ്രസീവ് ലോഡ്, കംപ്രസ് ചെയ്യുക, ചുരുക്കുക. ഓക്കെ, അത്തരം ലോഡ് നമുക്ക് കംപ്രസീവ് ലോഡ് എന്ന് പറയാം. ഷിയർ ലോഡ് എന്ന് പറഞ്ഞാൽ, ഷിയർ ലോഡ് ടാൻജൻഷ്യൽ ലോഡ് ടെൻഡിങ് ടു സ്ലൈഡ് ദ സർഫസ് വിത്ത് റെസ്പെക്ട് ടു അതർ ഓർ കട്ട് ദ പാർട്ട്. അതായത് ഇപ്പോൾ ഈ ഒരു പിക്ചർ എടുക്കുക. ഈ പിക്ചർ ഇതൊരു റിവറ്റഡ് ജോയിൻറ്റിൻ്റെ പിക്ചറാണ്. ഇപ്പോൾ മുകളിലൊരു പ്ലേറ്റ് ഉണ്ട്, താഴെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഈ രണ്ട് പ്ലേറ്റിനെയും ഈ ഒരു റിവറ്റ് കൊണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ ലോഡ് അപ്ലൈ ആണ്, ഇവിടെ ലോഡ് അപ്ലൈ ആണ്. എന്താ അവിടെ സംഭവിക്കുക, ഈ പ്ലേറ്റിൻ്റെ നീളം കൂടാനോ കുറയാനോ അല്ല അവിടെ കാരണമാവുക, ഈ റിവറ്റ് പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ഷിയർ എന്ന് പറഞ്ഞാൽ തന്നെ മുറിഞ്ഞു പോവുക എന്നാണ്. അപ്പോൾ ഈ ഷിയർ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏത് കമ്പോണൻറ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പോണൻറ്റ് മുറിഞ്ഞു പോകാൻ അത് കാരണമാവും. അത്തരം ലോഡിനെ നമുക്ക് ഷിയർ ലോഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അടുത്ത് ടോറിഷണൽ ലോഡ്. ടോറിഷണൽ ലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് ടെൻഡിങ് ടു ട്വിസ്റ്റ് ദ മെമ്പർ. ഒരു മെമ്പർ തിരിയാണെങ്കിൽ, ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് നോക്ക്, ഇതിപ്പോൾ ഒരു സോക്കറ്റ് റെഞ്ചാണ് ഈ കാണുന്നത്. ഈ സോക്കറ്റ് റെഞ്ച് ഇപ്പോൾ ഇവിടെ പിടിച്ച് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്റ്റൻഷൻ ഷാഫ്റ്റ് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുക, ട്വിസ്റ്റ് ചെയ്യാൻ, തിരിയാനുള്ള ടെൻഡൻസി കാണിക്കുക. അപ്പോൾ അത്തരം ലോഡിനെ നമുക്ക് ടോറിഷണൽ ലോഡ് എന്ന് പറയാം. അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ലോഡ് എന്ന് പറഞ്ഞാൽ ആ ലോഡിൻ്റെ പ്രത്യേകത, ട്രാൻസ്വേഴ്സ് ലോഡ് ടെൻഡിങ് ടു ബെൻഡ് ദ മെമ്പർ. ഒരു വസ്തുവിനെ, ഒരു മെമ്പറിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിലെ ഒരു ഫോഴ്സ് ട്രാൻസ്വേഴ്സ് ലോഡ് കൊടുക്കുകയാണെങ്കിൽ അത് ബെൻഡാവാൻ കാരണമാവും. ഓക്കെ, അങ്ങനെ ബെൻഡാവുന്ന ലോഡിനെ നമുക്ക് എന്ത് വിളിക്കാം, ട്രാൻസ്വേഴ്സ് ലോഡെന്ന് വിളിക്കാം. ഇപ്പോൾ ഈ ഒരു ബീമാണ്, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിൽ ഈ ഒരു ബീം ഇരിക്കുകയാണ്. ഇത് സെൻട്രൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബീം എന്തിന് കാരണമാവും, ഇതിങ്ങനെ ബെൻഡാവാൻ കാരണമാവും. ഓക്കെ, അങ്ങനെ ബെൻഡാവുകയാണെങ്കിൽ നമുക്കതിനെ ബെൻഡിങ് ലോഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ലോഡിനെ സംബന്ധിച്ചായിരുന്നു. സ്ട്രെസ്സാണ് നമുക്ക് പഠിക്കേണ്ടത്, പക്ഷേ ആദ്യം നമ്മൾ ലോഡിനെ പറ്റിയാണ് പഠിച്ച് മനസ്സിലാക്കിയത്. കാരണം സ്ട്രെസ്സിൽ ലോഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. അതുകൊണ്ടാണ് ഏതൊക്കെ തരത്തിലുള്ള ടൈപ്പ് ഓഫ് ലോഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി സ്ട്രെസ് എന്താണെന്ന് പറയാം. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് പെർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു P/A ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കതിന് മുമ്പേ സ്ട്രെസ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷനിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു മെറ്റീരിയൽ എടുത്തു. ഓക്കെ, ഈ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഈ മെറ്റീരിയലിലേക്ക് ഞാനൊരു ലോഡ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഒരു ലോഡ് അപ്ലൈ ചെയ്തു. ഈ ലോഡ് കംപ്രസീവ് ലോഡാണ്. കാരണം ഈ ലോഡ് എന്തിനാണ് കാരണമാവുക, ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് കുറയാനാണ് കാരണമാവുക. കംപ്രസീവ് ലോഡാണ്. ഇങ്ങനെ കംപ്രസീവ് ലോഡ് ഈ ഒരു മെമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് അങ്ങ് കുറഞ്ഞു പോകുന്നില്ല. എന്താ ശ്രമിക്കുക, ഈ ഒരു ഒബ്ജക്റ്റ് എന്തിനു ശ്രമിക്കും, തിരിച്ച് ഒപ്പോസായിട്ട് ഈ ഭാഗത്ത് ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും, അതേപോലെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. ഈ ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്ത എക്സ്റ്റേണൽ ലോഡിനെ ഒപ്പോസ് ചെയ്യാൻ
തടുക്കാൻ ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ നേരെ ഈ ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ടൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈ സൈഡിലും അങ്ങനെ തന്നെയാണ്. ഇതൊരു എക്സ്റ്റേണൽ ലോഡാണ്. അപ്പോൾ ഈ സൈഡിൽ ഈ എക്സ്റ്റേണൽ ലോഡിനെ തടുക്കാൻ വേണ്ടി ഈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലി ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, ഇൻറ്റേർണൽ ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ എക്സ്പ്ലനേഷനിലൂടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് വിചാരിക്കാം. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു ശക്തിയുണ്ട്, അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. അതായത് മറു രാജ്യത്തിൻ്റെ സൈന്യമോ അല്ലെങ്കിൽ ആയുധങ്ങളോ മിഷനറികളോ എന്തോ ഒന്നുണ്ട് നമ്മളെ തകർക്കാൻ, നമ്മളെ മുകളിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ വരുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് വരുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് ശ്രമിക്കുക? അതിന് നമ്മൾ തോറ്റു കൊടുക്കാനാണോ ശ്രമിക്കുക? അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോരാനാണോ ശ്രമിക്കുക? അല്ല, നമ്മളതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ? മാക്സിമം നമ്മൾ എന്ത് ചെയ്യും? ഫെയിലിയർ സംഭവിക്കാതെ, നമുക്കൊന്നും സംഭവിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിപ്പോവാതെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യും അല്ലേ? ഇതെന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ നേരേക്ക് വരുന്ന ഈ ഫോഴ്സിനെ തടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടല്ലോ, ഈ റെസിസ്റ്റീവ് ഫോഴ്സ് ഓരോ മെറ്റീരിയലിലും ആക്ട് ചെയ്യും, ഓരോ സോളിഡ് മെറ്റീരിയലും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇനി നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാനൊരു മെമ്പർ എടുത്തു, ഈ മെമ്പറിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെമ്പർ ചുരുങ്ങേണ്ടതായിരുന്നു, ഇതിൻ്റെ ലെങ്ത്ത് കുറയേണ്ടതായിരുന്നു. പക്ഷെ കുറയില്ല. കാരണം എന്താ? കുറയും, പക്ഷേ ആദ്യം എന്തിനു ശ്രമിക്കും ഇയാൾ? ആ ലെങ്ത്തിന് ഒരു മാറ്റം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാൻ ശ്രമിക്കും അതിൽ. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യും? ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യാൻ ശ്രമിക്കും. ലോഡ് കൊടുത്തു, ഈ ലോഡിന് ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യും? ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ ബ്ലൂ, ഈ റെഡ് ഫോഴ്സ്, ഈ ഫോഴ്സ് നമുക്ക് ചുരുക്കിയിട്ട് വിളിക്കാം റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കാം. റെസിസ്റ്റീവ് ഫോഴ്സ് ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആ മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് കുറയാനോ, അതായത് ആ മെറ്റീരിയലിൻ്റെ ഷേപ്പിൽ യാതൊരുവിധ മാറ്റം വരാതിരിക്കാൻ വേണ്ടി, ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സ്. ഈ റെസിസ്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ റെസിസ്റ്റീവ് ഫോഴ്സ് എന്തിന് ഈക്വലായിരിക്കും? ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇത് 10 ന്യൂട്ടൺ ആണെങ്കിൽ ഈ റെസിസ്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? 10 ന്യൂട്ടൺ ആയിരിക്കും അല്ലേ? പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണോ അത്രയും ഈക്വലായിട്ടുള്ള ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാനാണ് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഇത്രയും ഏരിയയിലാണ് അല്ലേ? ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റ് ഏരിയയിലും ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്ട്രെസ് എന്ന് വിളിക്കാം. ദ ടോട്ടൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മെറ്റീരിയൽ ആണെങ്കിൽ ഇത്രയും ഏരിയയിൽ എന്ത് ചെയ്യും? അയാൾ ആക്ട് ചെയ്യും. നമുക്ക് വേണ്ടത് ടോട്ടൽ ഏരിയയിലല്ല, യൂണിറ്റ് ഏരിയയിൽ, 1 മീറ്റർ സ്ക്വയറിൽ. 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെ നമുക്ക് സ്ട്രെസ് എന്ന് പറയാം. അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ സ്ക്വയർ ഏരിയയിൽ, ഇപ്പോൾ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1, ഏരിയ എന്ന് പറഞ്ഞാൽ അത് മീറ്റർ സ്ക്വയറിൽ വിളിക്കാം, മില്ലിമീറ്റർ സ്ക്വയറിൽ വിളിക്കാം, ഇഞ്ച് സ്ക്വയറിൽ വിളിക്കാം, ഫീറ്റ് സ്ക്വയറിൽ വിളിക്കാം, ഒക്കെ വിളിക്കാം. സാധാരണഗതിയിൽ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്ററാണ്. സ്വാഭാവികമായിട്ടും ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറാണ്. സോ യൂണിറ്റ് ഏരിയ മീൻസ് 1 മീറ്റർ സ്ക്വയറിൽ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ സ്ക്വയറിൽ. ഓക്കെ, അങ്ങനെ 1 മീറ്റർ സ്ക്വയറിലോ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ സ്ക്വയറിലോ ഒക്കെ ആക്ട് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെ നമുക്ക് സ്ട്രെസ് എന്ന് വിളിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ സൈന്യത്തോട് നമുക്ക് ബന്ധപ്പെടുത്താം. ഒരു രാജ്യത്തേക്ക് ഒരു ശത്രു സൈന്യം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ ചെറുക്കുന്നൊരു സ്വഭാവം നമ്മുടെ സൈന്യത്തിനുണ്ട് അല്ലേ? അതേപോലെ ഒരു മെറ്റീരിയലിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് മുഖാന്തരം ഈ മെറ്റീരിയലൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെ, ആ റെസിസ്റ്റീവ് ഫോഴ്സ് എവിടുത്തെ റെസിസ്റ്റീവ് ഫോഴ്സാണ്? ഓരോ യൂണിറ്റ് ഏരിയയിലെയും റെസിസ്റ്റീവ് ഫോഴ്സിനെ നമുക്ക് സ്ട്രെസ് എന്ന് വിളിക്കാം. ഈ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് പെർ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഡിവൈഡഡ് ബൈ ഏത് ഏരിയയിലാണോ ആ ഏരിയ പെർപെൻഡിക്കുലർ ഏരിയയാണ്. ഇപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാ ഒരു മെമ്പറാണ്, ഇവിടെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണം. ലോഡ് ടെൻസൈൽ ആവാം അല്ലെങ്കിൽ കംപ്രസീവ് ആവാം, എന്തും ആവാം അല്ലേ? ഇത് കംപ്രസീവ് ആണ്, ഇത് ടെൻസൈലാണ്. അപ്പോൾ ഈ ലോഡ് ഇപ്പോൾ ഒരു 30 ന്യൂട്ടൺ ആണെങ്കിൽ
ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ അതല്ലേ, പെർപെൻഡിക്കുലർ ഏരിയ എന്ന് ഇതാണ്, ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഏരിയ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 2 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. 2 മീറ്റർ സ്ക്വയറാണ് ഈ ഏരിയ ആണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുന്ന ഈ ഭാഗം. ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഈ ലോഡിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വരും, 30 divided by 2 is equal to 15 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് അതാണ്. ഇതിന് മീനിങ് എന്താ, 1 മീറ്റർ സ്ക്വയറിൽ 15 ന്യൂട്ടൺ റെസിസ്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏരിയ കുറയും തോറും സ്ട്രെസ്സ് കൂടും. അപ്പോൾ നിങ്ങളെ പുറത്തേക്ക് ഒരു 100 കിലോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു 200 ന്യൂട്ടൺ വെയിറ്റുള്ള ഒരു അരിയുടെ ചാക്ക് എടുത്ത് വെച്ച് തന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ബെൻഡായാൽ നിങ്ങൾ എന്തിനു ശ്രമിക്കും, ആ ഒരു ലോഡ് താങ്ങാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ താങ്ങാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ ശരീരത്തിനുള്ളിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ഡെവലപ്പ് ചെയ്യും. അത് സ്ട്രെസ്സാണത്, നിങ്ങളെ ഓരോ എല്ലിലും ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ലോഡ് താങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ട്രെസ്സിന് നമുക്ക് സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിഫൈൻ ചെയ്യാം, ലോഡിനെ പി എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം, ഏരിയനെ എ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ പി എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ലോഡാണ്, ലോഡിനെ ന്യൂട്ടൺ എന്നും ഏരിയ മില്ലിമീറ്റർ സ്ക്വയർ എന്നും അല്ലെങ്കിൽ മീറ്റർ സ്ക്വയറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെസ്സിനെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സിഗ്മ ഇസ് ഈക്വൽ ടു പി ബൈ എ എന്നുള്ള ഇക്വേഷൻ മനസ്സിലാക്കുക. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാവും, സിഗ്മയും ഏരിയയും തമ്മിൽ ഇൻവേഴ്സലി പ്രൊപ്പോർഷണലാണ്. അതായത് ഏരിയ വർദ്ധിച്ചു കഴിഞ്ഞാൽ സിഗ്മ കുറയും, അതായത് സ്ട്രെസ്സ് കുറയും. ഓക്കെ, അപ്പോൾ ഏരിയ കൂടിക്കഴിഞ്ഞാൽ സ്ട്രെസ്സ് കുറയും, ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ് കൂടും. അതേപോലെ ലോഡ് കൂടിയാൽ സ്ട്രെസ്സ് കൂടും, ലോഡ് കുറഞ്ഞാൽ സ്ട്രെസ്സ് കുറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ട്രെസ്സസിനൊന്ന് തരംതിരിക്കാം. ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ്. Depending on the direction of load, the following types of simple stresses are induced in a component. അതായത് ഒരു കമ്പോണൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ലോഡിൻ്റെ തരത്തിനനുസരിച്ച് നമുക്ക് സ്ട്രെസ്സിനൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ആക്സിയൽ സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു കമ്പോണൻ്റാണ്, ഇതിൻ്റെ ആക്സിസ് ആണ് ഈ പോകുന്നത് വിചാരിക്കാം. ഞാൻ ലോഡ് അപ്ലൈ ചെയ്യാണ്, ഏതിലൂടെ, ഈ ആക്സിസിലൂടെ തന്നെ ലോഡ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇത് നമ്മൾ ആക്സിയൽ ലോഡ് എന്ന് പറയാം. ഈ ആക്സിയൽ ലോഡ് മുഖാന്തരമുള്ള സ്ട്രെസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, ആക്സിയൽ സ്ട്രെസ് എന്നോ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നോ വിളിക്കാം. ഇവിടെ ആദ്യത്തെ സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ്സാണ്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തു, ആ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ടെൻസൈൽ ലോഡായിരിക്കും. ഓക്കെ, ഇതാണ് ടെൻസൈൽ ലോഡ്. ഈ ടെൻസൈൽ ലോഡ് മുഖാന്തരം ഈ ഒബ്ജക്റ്റിനുള്ളിൽ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ്, യൂണിറ്റ് ഏരിയയിൽ റെസിസ്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അഥവാ ഒരു കംപ്രസീവ് ലോഡാണ് ആക്ട് ചെയ്യണമെങ്കിൽ നമുക്കതിനെ കംപ്രസീവ് സ്ട്രെസ് എന്ന് വിളിക്കാം. ഇനി ഷിയർ ലോഡാണെങ്കിലോ ആ സ്ട്രെസ്സിനെ നമുക്ക് ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടെൻസൈൽ സ്ട്രെസ് എന്തിനാ ശ്രമിക്കുക, ഒരു ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് വർദ്ധിക്കാനാണ് കാരണമാവുക. അപ്പോൾ ആ ലെങ്ത്ത് കൂടാതെ മാക്സിമം നമ്മുടെ ആ ഒരു പഴയ ലെങ്ത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ ആര് ശ്രമിക്കും, ടെൻസൈൽ സ്ട്രെസ് ശ്രമിക്കും. ഓക്കെ, അതേപോലെ കംപ്രസീവ് സ്ട്രെസ് എന്തെന്ന് ശ്രമിക്കാം, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് കുറയാനാണ് അവിടെ കംപ്രസീവ് ലോഡ് കൊണ്ടുള്ള ചാൻസ് വരിക. അപ്പോൾ ആ ഒരു കുറവ് വരുത്താതെ ആര് ശ്രമിക്കും, കംപ്രസീവ് സ്ട്രെസ് ശ്രമിക്കും. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അത് മുറിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും അവിടെ നടത്തുക. അപ്പോൾ സ്ട്രെസ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, സിമ്പിൾ എന്ത് മനസ്സിലാക്കി വെക്കുക, ഓരോ മെറ്റീരിയലും അതിൻ്റെ ആ ഒരു ഷേപ്പ് മാറാതെ, അതായത് ഡീഫോമേഷൻ എന്ന് പറയാം, ആ ഡീഫോമേഷൻ മാറാതിരിക്കാൻ വേണ്ടി മാക്സിമം ആ ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന, ഓരോ യൂണിറ്റ് ഏരിയയിലും ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, സ്ട്രെസ് എന്ന് വിളിക്കാം. ഈ റെസിസ്റ്റീവ് ഫോഴ്സ് എന്നുള്ളത് അതിൻ്റെ സ്ട്രെങ്ത് ആണ് കേട്ടോ. കാരണം റെസിസ്റ്റീവ് ഫോഴ്സ് എത്രത്തോളം ഒരു മെറ്റീരിയലിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം ആ മെറ്റീരിയലിന് ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പോൾ ആ റെസിസ്റ്റീവ് ഫോഴ്സിനെ നമുക്ക് സ്ട്രെങ്ത് എന്ന് വിളിക്കാം, സിംപ്ലി സ്ട്രെങ്ത് എന്ന് വിളിക്കാം. അപ്പം നിങ്ങളെ ഒരാളെ തോൽപ്പിക്കാൻ വരികയാണെങ്കിൽ, ആ തോൽപ്പിക്കാൻ വരുന്ന ആളെ തടയുകയാണെങ്കിൽ, റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങളെ സ്ട്രെങ്ത് ഉണ്ടായതുകൊണ്ടാണ്. ഇവിടെ തോൽവി എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഡയമെൻഷൻസ് മാറാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ദെൻ കംപ്രസീവ് സ്ട്രെസ്സിൻ്റെയും ടെൻസൈൽ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെസ്സിൻ്റെയൊക്കെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ ഇതാണ് ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് പറഞ്ഞാൽ ഇതാ, ഇപ്പോൾ ഇവിടെ ഒരു എൻഡ് ഫിക്സ് ചെയ്തു, ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഈ ഭാഗത്ത് പിടിച്ച് വലിച്ചു
അല്ലേ, പുറത്തേക്കാണ് പിടിച്ച് വലിക്കുന്നത്. ദാറ്റ് ഈസ് ടെൻസൈൽ ലോഡാണ്. ഈ ടെൻസൈൽ ലോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു പോർഷൻ എടുക്കാം. ഈ പോർഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടേക്ക് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് ലോഡ് വലിക്കുന്നുണ്ടാവും, നേരെ ഓപ്പോസിറ്റ് ലോഡ് വലിക്കുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അത് ടെൻസൈൽ സ്ട്രെസ്സാണ്, ഓരോ യൂണിറ്റ് ഏരിയയിലും ആക്ട് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സാണ്. ഓക്കെ, ഇനി ഇവിടെ കംപ്രസീവ് ആണെങ്കിൽ ഇതിപ്പോൾ ഒരു കംപ്രസീവ് ലോഡാണ് അല്ലേ, ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, കംപ്രസീവ് ലോഡാണ്. കംപ്രസീവ് ലോഡാകുമ്പോൾ ഈ ഭാഗത്ത് എന്താ ശ്രമിക്കുക, ഈ കംപ്രസീവ് ലോഡിന് ഓപ്പോസിറ്റുള്ള ലോഡ് ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഷിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ടാൻജൻഷ്യൽ ലോഡ് അപ്ലൈ ചെയ്യണം. ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഡ്ജിലൂടെ ലോഡ് അപ്ലൈ ചെയ്യാണ്. ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ മുറിഞ്ഞു പോകാനുള്ള ടെൻഡൻസി കാണിക്കും. ഇപ്പോൾ എന്ത് ചെയ്യണം, ലോഡ് താഴേക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഷിയർ സ്ട്രെസ് എന്തായിരിക്കും, മുകളിലോട്ടായിരിക്കും. ഓക്കെ, കാരണം റെസിസ്റ്റീവ് ഫോഴ്സ് മുകളിലോട്ടായിരിക്കും. അപ്പോൾ ഈ പിക്ചർ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ കംപ്രസീവ് ലോഡ് ബൈ ഏരിയ. ഓക്കെ, ഷിയർ സ്ട്രെസ്സിൻ്റെ പറഞ്ഞാൽ ഷിയർ ലോഡ് ബൈ ഏരിയ. കോമൺലി സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ, ലോഡ് ബൈ ഏരിയ എന്നാണ്, പി ബൈ എ. അതിൽ കംപ്രസീവ് സ്ട്രെസ് ആണെങ്കിൽ ലോഡ് എന്തായിരിക്കും, കംപ്രസീവ് ലോഡായിരിക്കും. ഷിയർ സ്ട്രെസ് ആണെങ്കിൽ ലോഡ് എന്തായിരിക്കും, ഷിയർ ലോഡായിരിക്കും. ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിൽ ലോഡ് എന്തായിരിക്കും, ടെൻസൈൽ ലോഡായിരിക്കും. ഈ ലോഡിനനുസരിച്ച് സ്ട്രെസ്സിന് നമ്മൾ തരംതിരിച്ചതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. സിഗ്മ ഇസ് ഈക്വൽ ടു പി ബൈ എ എന്ന് പഠിക്കണം. യൂണിറ്റ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറയാം, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.